ശരണം അമ്മേ. ഇപ്പാരിൽ ചെയ്തിരിക്കാം ചെറിയൊരു സുഹൃതം പണ്ടതിൻ മൂലമിന്നൽ പാളും മർത്യജന്മം കരകതമടിയൻ എന്ന വിശ്വാസമോടെ കൂപ്പാനും കുമ്പിടാനും കരളലിവൊടു സൽക്കർമ്മമേ ചെയ്യുവാനും തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമമെയ്യേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ ആത്മതത്വ നിരൂപണം ദേവി ഹിമവാനും ദേവന്മാർക്കും പറയുന്ന ഭാഗങ്ങളാണ് നാം 3-4 ദിവസങ്ങളായി അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. ദേവി പറയണു, എൻ്റെ ഈ രൂപം അലൗകികം ആണ്. അതിനെ അവ്യക്തമെന്നും അവ്യാകൃതമെന്നും മായാശബളമെന്നും ഒക്കെ പറയുന്നുണ്ട്. സർവശാസ്ത്രങ്ങളും ഈ രൂപമാണ് സർവകാരണങ്ങൾക്കും കാരണം എന്ന് പറയുന്നു. തത്വങ്ങൾക്കെല്ലാം ആധിഭൂതമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള രൂപമാണ് ഇത്. ഈ സച്ചിദാനന്ദ സ്വരൂപം സർവകർമ്മങ്ങൾക്കും സാക്ഷിയും ഇച്ഛാശക്തിയായും ജ്ഞാനശക്തിയായും ക്രിയാശക്തിയായും ഇവയ്ക്കെല്ലാം ആശ്രയമായിട്ടും ഇരിക്കണു. ഹ്രീങ്കാരമന്ത്രത്തിൻ്റെ തത്വവും ആദിതത്വവും അതുതന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെയുള്ള ആ ആദിരൂപത്തിൽ നിന്നാണ് ശബ്ദ തന്മാത്ര സ്വരൂപമായിട്ടുള്ള ആകാശത്തിൻ്റെ ഉൽപ്പത്തി. അതിനുശേഷം ശബ്ദ തന്മാത്രകളോടുകൂടിയ വായുവും രൂപമാത്രകളോടുകൂടിയ അഗ്നിയും രസമാത്രകളോടുകൂടിയ ജലവും ഗന്ധമാത്രകളോടുകൂടിയ പൃഥ്വിയും ഭൂമിയും ഉണ്ടായി. ആകാശത്തിന് ശബ്ദം എന്ന ഒരു ഗുണം മാത്രമേയുള്ളൂ. വായുവിന് സ്പർശം, ശബ്ദം എന്നീ 2 ഗുണങ്ങളുണ്ട്. ശബ്ദവും സ്പർശവും രൂപവും തേജസ് അഥവാ അഗ്നിയുടെ ഗുണങ്ങളാണ്. ശബ്ദ സ്പർശ രൂപ രസങ്ങൾ ചേർന്നതാണ് ജലം. ഈ 5ഉം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധവും ചേർന്നിട്ടുള്ളതാണ് പൃഥ്വി എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പറയുകയാണ്. ആകാശം, ആകാശത്തിൽ നിന്നും വായു, ആകാശവും വായുവും ചേർന്ന അഗ്നി, അത് 3ഉം ചേർന്ന് ജലം, അത് 4ഉം ചേർന്ന് പൃഥ്വി. അപ്പോൾ പൃഥ്വിയിൽ ഈ 5 തന്മാത്രകളും ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം എന്ന് പറഞ്ഞ 5 തന്മാത്രകളും ഈ ഭൂമിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഗുണങ്ങളും ഈ പൃഥ്വിക്കുണ്ട്. ഈ 5 തന്മാത്രകളിൽ നിന്നാണ് ലിംഗശരീരം എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉത്ഭവം. സ്ഥൂല ശരീരത്തിൻ്റെ ഉത്ഭവത്തിന് ഈ സൂക്ഷ്മ ശരീരമാണ് ഹേതുവായിട്ടിരിക്കുന്നത്. ഈ സൂത്രം വായുവാണ്. അത് സർവാത്മകമാണ്. അതിനെയാണ് പരമാത്മാവിൻ്റെ സൂക്ഷ്മദേഹം എന്ന് പറയണത്. നേരത്തെ അവ്യക്തം എന്ന് പറഞ്ഞതാകട്ടെ പരമാത്മാവിൻ്റെ കാരണദേഹമാണ്.
ഈ അവ്യക്തത്തിലാണ് ജഗത്ത് ബീജരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് ലിംഗദേഹത്തിൻ്റെ ഉത്ഭവം. പിന്നെ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം മുഖേന സ്ഥൂല ഭൂതങ്ങളൊക്കെ ഉണ്ടായി. പഞ്ചീകരണം എന്നുള്ളത് എങ്ങനെയാണ് എന്ന് പിന്നീട് പറഞ്ഞു പോകുന്നു. നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളെ ഓരോന്നിനെയും രണ്ടായിട്ട് വിഭജിച്ചാണ് പഞ്ചീകൃതം ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും ഓരോ ഭാഗം മാത്രം എടുത്ത് വിഭജിക്കുക. ആ നാലിൽ ഓരോന്നും രണ്ടായി വിഭജിച്ച് വെച്ചിരുന്ന മറ്റേ പാതിയോടുകൂടി ചേർക്കുക. അപ്പോൾ ഒരു ഭൂജത്തിൽ അതിൻ്റെ പകുതിയും മറ്റുള്ളവയിൽ ഓരോന്നിൻ്റെയും നാലിൽ ഓരോന്നും രണ്ടായി വിഭജിച്ച് വെച്ചിരിക്കുന്ന മറ്റേ പാതിയോട് ചേർക്കുക. അപ്പോൾ ഒരു പഞ്ചഭൂതത്തിൽ അതിൻ്റെ പകുതിയും മറ്റുള്ളതിൽ ഓരോന്നിൻ്റെയും നാലിലൊന്ന് ഭാഗവും ചേർന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നു എന്നവിടെ പറയാണ്. ഉൽപ്പത്തിയുടെ ഇതിനെ അവിടെ പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ഉറപ്പിക്കുക എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഓരോന്നിൻ്റെ തന്മാത്രകളെയും പലതായിട്ട് വിഭജിച്ച് ഓരോ ഭാഗങ്ങൾ ഓരോന്നിലും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഈ പൃഥ്വിയിൽ 5 അടങ്ങിയിട്ടുണ്ട്, പഞ്ചതത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്, പഞ്ചീകൃതമാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള പഞ്ചീകൃത ഭൂതങ്ങൾ കൊണ്ടാണ് വിരാട് രൂപം ഉണ്ടായിരിക്കുന്നത്. ആ വിരാട് രൂപം ഇവിടെ ദേവി പറയുന്നു പരമാത്മാവായ എൻ്റെ സ്ഥൂലദേഹമാണ്. പഞ്ചഭൂതങ്ങളിലെ സത്വാംശങ്ങളിൽ ഓരോന്നിൽ നിന്നുമാണ് ശ്രോത്രാദികളായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും അതിൻ്റെ ഫലമായി അന്ധകരണവും ഉണ്ടായിരിക്കുന്നത്. ഈ അന്ധകരണം വൃത്തിഭേദം കൊണ്ട് 4 വിധത്തിലാണ് അറിയപ്പെടുന്നത്. സങ്കൽപ്പിക്കുകയും വികൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ അന്ധകരണത്തെ മനസ്സ് എന്ന് പറയുന്നു. സംശയരഹിതമായി സുനിശ്ചിതമായിരിക്കുമ്പോൾ ആ അന്ധകരണത്തെ ബുദ്ധി എന്ന് പറയും. ആ നിശ്ചയത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ അന്ധകരണത്തെ ചിത്തം എന്ന് പറയുന്നു. അഹം വൃത്തിക്ക് വിധേയമാകുമ്പോൾ അഹങ്കാരം എന്നും പറയപ്പെടുന്നു. അങ്ങനെ ആ പഞ്ചഭൂതങ്ങളിലെ രജോ ഗുണങ്ങളിൽ നിന്ന് 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു. രജഗുണ അംശങ്ങൾ പ്രത്യേകം കൂടിക്കലർന്ന് പഞ്ചപ്രാണങ്ങളും ഉണ്ടാവുന്നു. ഹൃദയത്തിലാണ് പ്രാണന്റെ സ്ഥാനം, ഗുദത്തിലെ അപാനൻ, നാഭിയിലാണ് സമാനൻ, ഉദാനൻ ഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അപാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കണു എന്ന് പറയാണ്. അപ്പോൾ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഈ 5 പ്രാണനുകൾ, പഞ്ചപ്രാണനുകൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5,